അലഹബാദ് ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുരുഷൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. കോടതി വെച്ച് എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ പറഞ്ഞ് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും കൂടെ എന്നെ കൊല്ലാൻ ഓട്ടിക്കുകയാണ്. അതിനാണ് വെറുതെ ഇരിക്കണം നിങ്ങളെ കൊല്ലാൻ ഓട്ടിക്കണത്? ഞാനും വേറൊരു പെണ്ണുമായിട്ട് ലിവിങ് ടുഗദറിലാണ്. അത് ശരി, ഈ ലിവിങ് ടുഗദറിലുള്ള പെണ്ണിന് പ്രായപൂർത്തിയൊക്കെ ആയാടേ? 2 പ്രാവശ്യം. ശരി, അവളുടെ പൂർണ്ണ സമ്മതത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ വന്നത്. അതിന് അവൻ പറഞ്ഞു പോന്നു. കോടതി പറഞ്ഞു ആരവിടെ? പോലീസിനോട് പറയണം എത്രയും പെട്ടെന്ന് ഈ യുവമിഥുനങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇനി ഇവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ അതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനായിരിക്കും. അപ്പോൾ പോലീസിൻ്റെ വക്കീൽ പറഞ്ഞു അല്ല, ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ലിവിങ് ടുഗദറിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? കോടതി പറഞ്ഞ് ധാർമ്മികമായിട്ട് അത് തെറ്റായിരിക്കാം, പക്ഷെ നിയമപരമായിട്ട് തെറ്റല്ല, അതൊരു കുറ്റവുമല്ല. കുറ്റമല്ലാത്തിടത്തോളം കാലം ഒരു പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ആണാ അപ്പോൾ അത് തിരിച്ചായാലാ? അതായത് വിവാഹിതയായ ഒരു ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷൻ താമസിച്ചാലാ? പ്രായപൂർത്തിയായവരാണോ പരസ്പര സമ്മതത്തിലാണോ അവർക്ക് ലിവിങ് ടുഗദറിൽ എടുക്കാം. പക്ഷെ ഇതിൽ ചെറിയൊരു കലിപ്പുണ്ട്. ഈ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷൻ താമസിക്കണില്ലേ, അവനെതിരെ BNS 84 അനുസരിച്ച് കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും ലവള് രക്ഷപ്പെട്ട്. അതാണല്ലോ ഇന്ത്യൻ നിയമം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഈ പറയണമെന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല, കോടതിയുടെ ഓരോ വിധികളും നിയമങ്ങളും അതുപോലെ അങ്ങ് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി.